ദേശസാൽകൃത ബാങ്കുകൾ വായ്പ കൊടുത്തതിന്റെ ഭാഗമായി വന്നു ഭവിച്ച ഈ ബാധ്യത നികത്താനായിട്ട് രാജ്യത്തിന്റെ തന്നെ പൊതുസ്വത്തായിട്ടുള്ള റിസർവ് ബാങ്കിന്റെ കരുതൽ ധനം ഉപയോഗിക്കുന്നത് കൂടാതെ ഇടപാടുകാരായിട്ടുള്ള കോടിക്കണക്കായിട്ടുള്ള ജനങ്ങളെ പിഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗവും ഇത്തരം ബാങ്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് ചാർജ് എന്നുള്ള പേരില്ല. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മിനിമം ബാലൻസ് ഇല്ല എന്നുള്ളതിന്റെ പേരിൽ മാത്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പാവപ്പെട്ട ഇടപാടുകാരിൽ നിന്നും പിഴിഞ്ഞെടുത്തത് 1772 കോടി രൂപയാണ്. മിനിമം ബാലൻസ് ഇല്ല എന്നുള്ളതിന്റെ പേരിൽ. നിക്ഷേപത്തിന് അങ്ങോട്ട് സർവീസ് ചാർജ് ഈടാക്കുന്ന ഒരു രീതി പോലും നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുകയാണ്. എന്റെ സ്മാർട്ട് ഫോണിൽ വന്നതായിട്ടുള്ള ഒരു മെസ്സേജ്, SBIയുടെ ഒരു ബ്രാഞ്ചിലേക്ക് ഒരാൾ വിളിക്കുകയാണ്. അയാൾ പറയുകയാണ്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ 59 രൂപ എടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് വന്ന് എന്തിനാണ് എടുത്തതെന്ന് ചോദിക്കുകയാണ്. വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം ബാങ്കിന്റെ മാനേജർ പറയുകയാണ്, ശരിയാണ്, നിങ്ങൾ ഈ മാസം 3ാമത്തെ പ്രാവശ്യമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. 2 പ്രാവശ്യം നിക്ഷേപിക്കുന്നതിന് സൗജന്യമുള്ളൂ. 3ാം പ്രാവശ്യം നിക്ഷേപിക്കുന്നതിന് 50 രൂപ സർവീസ് ചാർജും 9 രൂപ GST നൽകണം. ഇതാണ് നമ്മുടെ നാട്ടിൽ ദേശസാൽകൃത ബാങ്കുകൾ ഇടപാടുകാരായിട്ടുള്ള നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതിന്റെ രീതികൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബാങ്കിംഗ് മേഖലയിൽ ജനങ്ങൾക്ക് ആശ്വാസമേകുന്നതായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ സഹകരണ ബാങ്കുകൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് അതിന് സഹായകരമാകുന്ന കേരള ബാങ്കിന്റെ രൂപീകരണത്തെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരു ഗവൺമെന്റാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനമായിരുന്നു ജില്ലാ ബാങ്കിനെയും സംസ്ഥാന ബാങ്കിനെയും ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുമെന്നുള്ളത്. ആ കേരള ബാങ്കിന്റെ രൂപീകരണം നമ്മുടെ നാട്ടിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിന് സഹായിക്കും. ഇതിപ്പോൾ നമ്മുടെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് വലിയ തോതിലുള്ള പിന്തുണയുണ്ട്, വലിയ ജനകീയ അടിത്തറയുണ്ട്. ഏതാണ്ട് 2,80,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും യുവതി യുവാക്കൾ, വിശേഷിച്ചൊരു 20-നും 40-നും മധ്യ പ്രായമുള്ള ആളുകൾ നമ്മുടെ ബാങ്കിലെ ഇടപാടുകാരുടെ എണ്ണത്തിൽ കുറവായിട്ടാണ് കാണുന്നത്. അവർ ബാങ്കിങ് ബിസിനസ് നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്നതായിട്ടുള്ള ബാങ്കുകളിൽ സർവീസ് ചാർജിനെ കുറിച്ചൊന്നും ഒട്ടും തന്നെ ഉത്കണ്ഠപ്പെടാതെ ഇടപാടുകൾ നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവരുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ എല്ലാ സർവീസുകളും കിട്ടണം. അത്തരം സർവീസ് കൊടുക്കാൻ സാധിക്കുന്ന ബാങ്കുകൾ ഏതാണെന്ന് അവർ അന്വേഷിക്കുകയാണ്. അത് ന്യൂജൻ ബാങ്ക് ആണെങ്കിൽ അവിടെ, ദേശസാൽകൃത ബാങ്ക് ആണെങ്കിൽ അവിടെ സർവീസ് ചാർജിനെ കുറിച്ച് ഒട്ടും തന്നെ ഉത്കണ്ഠപ്പെടാതെ അവിടെ ഇടപാട് നടത്തുന്ന ആളുകളെയാണ് യുവാക്കളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവർക്ക് കൂടെ സർവീസ് കൊടുക്കാൻ സാധിക്കുന്ന ആധുനികമായിട്ടുള്ള എല്ലാ ബാങ്കിങ് സർവീസുകളും പുതുതലമുറയിൽപ്പെട്ടിട്ടുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒന്നായി കേരള ബാങ്കിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത്. കേരള ബാങ്ക് ആർജിക്കുന്നതായിട്ടുള്ള എല്ലാ ആധുനികമായിട്ടുള്ള സർവീസുകളും കേരള ബാങ്കിന്റെ ഭാഗമാകുന്ന ഇന്നത്തെ ജില്ലാ ബാങ്കിന്റെ ബ്രാഞ്ചുകൾക്ക് മാത്രമല്ല, 1600-ലധികം വരുന്നതായിട്ടുള്ള കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ 6000-ഓളം വരുന്ന ബ്രാഞ്ചുകൾക്ക് കൂടെ ലഭ്യമാക്കുകയും കേരളത്തിലെ സഹകരണ ബാങ്കുകളെ ശാക്തീകരിക്കുകയും ചെയ്യുക എന്ന ഈ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വമാണ് ഗവൺമെന്റ് കേരള ബാങ്കിന്റെ രൂപീകരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇന്നിപ്പോ NRI നിക്ഷേപം സ്വീകരിക്കാനൊന്നും നമുക്ക് വഴിയില്ല. NRI നിക്ഷേപമടക്കം സ്വീകരിക്കാൻ കഴിയുന്നതാകും കേരള ബാങ്ക്. 1.5 ലക്ഷം കോടിയാണ് NRI നിക്ഷേപമായിട്ട് കേരളത്തിലുള്ളത്. അതെല്ലാം അതാകെ വേണമെന്നല്ല, അതിൽ ഒരു ഭാഗം കൂടെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് നിക്ഷേപമായിട്ട് ലഭിച്ചാൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അതെല്ലാം വലിയ തുണയായി മാറും എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. സഹകരണ മേഖല ഇന്ന് കൂടുതൽ ജനകീയമായിട്ടുള്ള പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മുറ്റത്തെ മുല്ല എന്ന പദ്ധതി നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ചെറിയ വായ്പ, അതിന് ഇന്നവർ ആശ്രയിക്കുന്നതായിട്ടുള്ള ബ്ലേഡുകാരെ ഒഴിവാക്കി സഹകരണ ബാങ്കുകൾ തന്നെ
വീട്ടുമുറ്റത്തേക്ക് ചെന്ന് ചെറിയ കൈവായ്പകൾ നൽകി ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. 105ഉം 110ഉം 103ഉം എല്ലാം തന്നെ ഒരു മാസത്തേക്ക് പലിശ എടുക്കുന്ന ബ്ലേഡുകാരാണ് ഇന്ന് ഗ്രാമങ്ങളിലുള്ളത്, നമ്മുടെ പട്ടണപ്രദേശങ്ങളിലുമുണ്ട്. പണ്ടൊരു ബ്ലേഡുകാരനുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ബ്ലേഡ് കമ്പനികൾ ആധിപത്യം ചെലുത്തുകയാണ്. അവിടെ സാധാരണക്കാരനൊരു അത്താണിയായി നമുക്ക് മാറാൻ സാധിക്കണമെന്നുള്ള നിലയിലാണ് മുറ്റത്തെ മുല്ല എന്ന പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി നടപ്പിലാക്കുന്നതിന് ശ്രമിക്കുന്നത്. നമ്മൾ 100 രൂപയ്ക്ക് 1 രൂപയാണ് പലിശ വാങ്ങുന്നത്, ഒരു വർഷത്തേക്കാണ് പലിശ വാങ്ങുന്നത്, ഒരു മാസത്തേക്കല്ല. 1000 രൂപ കൊടുത്താൽ അങ്ങനെ ആവശ്യമുള്ള ആളുകളുണ്ട്. 1000 രൂപയും 2000 5000 ഒക്കെ ആവശ്യമുള്ള അത്യാവശ്യം വായ്പ ആവശ്യമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരാരും തന്നെ നമ്മുടെ ബാങ്കുകളിലേക്കൊന്നും ഇന്ന് വരുന്നില്ല. അവർക്ക് അവരുടെ വീട്ടിലെത്തി വായ്പ കൊടുക്കുകയും ഈ നിലയിൽ 52 ആഴ്ച കൊണ്ട് ആ വായ്പ തിരിച്ചടവാക്കുകയും ചെയ്യുക എന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വായ്പാ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ജനകീയമായിട്ടുള്ള ബാങ്കിംഗ് സംവിധാനമാണ് ഈ മുറ്റത്തെ മുല്ല പദ്ധതിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പാലക്കാട് ജില്ല കഴിഞ്ഞൊരു വർഷമായി മുറ്റത്തെ മുല്ല പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണ്. വളരെ വിജയകരമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളിലും മുറ്റത്തെ മുല്ല പദ്ധതി വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. പിന്നെ നിരവധി പദ്ധതികൾ. ഇപ്പോ പ്രളയം ആക്രമിച്ചൊരു പ്രദേശമാണിത്. ഈ പ്രദേശം വലിയ തോതിലാ പ്രളയം ആക്രമിച്ചത്. 2018 പ്രളയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭീകരമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. 16,000 വീടുകളാണ് ഒഴുകിപ്പോയത്, അല്ലെങ്കിൽ വാസയോഗ്യമല്ലാതായി മാറിയത്. അവർക്കെല്ലാം തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തപ്പോൾ കെയർ കേരള എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കെയർ ഹോം എന്ന പ്രോജക്റ്റ് ഉണ്ടാക്കി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന മഹത്തായിട്ടുള്ള ഒരു ജനകീയ പ്രസ്ഥാനത്തിന് സഹകരണ വകുപ്പ് രൂപം കൊടുത്തു. 1970 മുതൽ ഈ 2019 വരെയുള്ള കാലയളവിനുള്ളിൽ ലക്ഷം വീട് പദ്ധതി മുതൽ EMS ഭവന പദ്ധതി വരെ ഒട്ടനവധി പദ്ധതികൾ ഭവന നിർമ്മാണ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടെങ്കിലും അവയെല്ലാം കവച്ചു വയ്ക്കുന്ന ജനകീയമായിട്ടുള്ള ഉള്ളടക്കത്തോടുകൂടി കൂട്ടായ്മയുടെ മനോഹാരിതയോടുകൂടി നമുക്ക് കെയർ ഹോം പദ്ധതിയിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. 2164 വീടുകളുടെ താക്കോൽ നമുക്ക് ഇതിനകം കൈമാറാൻ സാധിച്ചു. ഇനിയും 2000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ സഹകരണ മേഖല ഏർപ്പെടുകയാണ്. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 51 ലക്ഷം ആളുകൾക്ക് വിതരണം ചെയ്യുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സഹകരണ പ്രസ്ഥാനം വളർന്നിട്ടുണ്ട്. നമ്മുടെ KSRTC പെൻഷൻകാർക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സഹകരണ പ്രസ്ഥാനം മാറിയിട്ടുണ്ട്. SPCS നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. കാരൂരിന്റെയും DC-യുടെയും ഒക്കെ നേതൃത്വത്തിൽ ആരംഭിച്ച സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. തകഴിയും കേശവദേവുമെല്ലാം ആദ്യകാലത്ത് പുസ്തക പ്രസാധക രംഗത്തേക്ക് സഹകരണ മേഖലയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് സ്ഥാപിച്ച ആ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 2 വർഷക്കാലമായി 18ലും 19ലും കൃതി എന്നുള്ള പേരിലുള്ള ഏറ്റവും വിപുലമായിട്ടുള്ള പുസ്തക ഉത്സവം നമ്മുടെ സഹകരണ പ്രസ്ഥാനം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം 17 കോടി രൂപയുടെ പുസ്തകങ്ങളാണ് ആ 12 ദിവസത്തിനിടയിൽ വിറ്റുപോയത്. അതിൽ തന്നെ 77 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ കുട്ടികളുടെ പുസ്തകങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കാലത്തിന്റെ കൈയെഴുത്ത് മനസ്സിലാക്കി പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പരിശ്രമം അഭിനന്ദനീയമാണെന്ന് എല്ലാവരും സമ്മതിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ നിലയിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് പുതിയ രൂപവും ഭാവവും മുഖവും നൽകി കൂടുതൽ ജനകീയമായിട്ടുള്ള അടിത്തറയോടുകൂടി കൂടുതൽ വിശ്വാസ്യതയെ ആർജിച്ചുകൊണ്ട് അഴിമതിരഹിതമായിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമായി സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന ഘട്ടത്തിലാണ് ശ്രീകണ്ഠപുരം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. നിശ്ചയമായിട്ടും സഹകരണ മേഖലയ്ക്ക് ചടുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് നേതൃത്വം കൊടുത്ത ജില്ലയാണ് കണ്ണൂർ ജില്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ഈറ്റില്ലമാണ് കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതത്തിന് അവകാശമില്ല. കേരളത്തിന്റെ ഈ കണ്ണൂർ ജില്ലയുടെ സാംസ്കാരികമായിട്ടുള്ള ചരിത്രം സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരിത്രമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സഹകരണ മേഖലയിൽ സൃഷ്ടിച്ച ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ ഈ സഹകരണ സംഘവും കൂടുതൽ കരുത്തോടും ശക്തിയോടും കൂടി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അത്താണിയായി മാറാൻ ശ്രീകണ്ഠപുരം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് ഈ നല്ല വേളയിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും നിങ്ങളുമായിട്ട് പങ്കുവച്ച്
ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഈ സൊസൈറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളെല്ലാം അനുമതിയോടുകൂടി നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം.